ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ PSC നടത്തിയ 102/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ആസ്തെക് സംസ്കാരം. ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ആസ്തെക് സംസ്കാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയുള്ള പഠിക്കാം. BCD വരുന്നത് മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു. പോർച്ചുഗീസുകാരുമായി ബന്ധമുള്ളതാണ്. മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു. കാർട്ടർ സമ്പ്രദായം ഏർപ്പെടുത്തി. ബീജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു. കാർട്ടർ സമ്പ്രദായം ഏർപ്പെടുത്തി. ബീജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് A വിഭാഗത്തിന് അനുയോജ്യമായവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. ഓപ്ഷൻ എ വരുന്നത് JM ചാറ്റർജി ഭാരത് മാതാ സൊസൈറ്റി. ബരീന്ദ്രനാഥ ഘോഷ് അനുശീലൻ സമിതി. ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ് ചന്ദ്രശേഖർ ആസാദ്. VD സവർക്കർ അഭിനവ ഭാരത്. 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയ നേതാവാണ് കൻവർ സിംഗ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. സന്യാസി കലാപം. ഫസ്റ്റ് വരുന്നത് സന്യാസി കലാപം, പഴശ്ശി കലാപം, കുറിച്യൽ ലഹള, സാന്താൾ കലാപം. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ആകുന്നു. അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ധുവാന്ധാർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? നർമ്മദ നദിയിലാണ് ധുവാന്ധാർ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. നർമ്മദ നദിയിലാണ്. ട്രൈപ്പാനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി സെറ്റ്സെ ഫ്ലൈ ആണ്. ട്രിപ്നോമ സോമിയോസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണിയാണ് സെറ്റ്സെ ഫ്ലൈ. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പിയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പെട്രോളിയം ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏതാണ്? ദാവോസ് ആണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? സാരഥി, പ്രവാഹ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികളാണ് സാരഥി, പ്രവാഹ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും
സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? ഡ്രാഗൺ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരാണ് ഡ്രാഗൺ. ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? KA മുഹമ്മദ് ആണ് ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം. KA മുഹമ്മദ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നും. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? 7 വർഷം. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? 7 വർഷം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ലോട്ടറി. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ലോട്ടറി. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആസാം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആസാം. എന്റെ ആരോഗ്യം എന്റെ അവകാശം ലോകാരോഗ്യ ദിനമായിട്ടുള്ളതാണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ മനുഷ്യാവകാശ ദിനമായിട്ടുള്ളതാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. ഭൗമദിന പ്രമേയം 2025-ലെയാണ് നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ ദിനമായിട്ടുള്ളതാണ്. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ്? ജനങ്ങളുടെ കോടതിയാണ് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ്? ജനങ്ങളുടെ കോടതി. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകളാണ് പാലക്കാട്, വയനാട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകളാണ് പാലക്കാട്, വയനാട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? VS അച്യുതാനന്ദനാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നതിൽ ആരാണ്? ഷാജഹാൻ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? മെഡിക്കൽ കോളേജുകളാണ്. മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം.
പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ B3 ആണ്. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ B3. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകമാണ് മൈറ്റോകോൺട്രിയ. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകമാണ് മൈറ്റോകോൺട്രിയ. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത്. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ? A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് ആണ്. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകളാണ് A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1, 3 ആണ് ശരി. മന്ദരോഗത്തിന്റെ രോഗകാരികളാണ് വുജ്റ്റേറിയ ബ്രാങ്കോഫിറ്റി എന്ന വിരകൾ. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസികാ വ്യവസ്ഥ, ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. മന്ദരോഗത്തിന്റെ രോഗകാരികളാണ് വുജ്റ്റേറിയ ബ്രാങ്കോഫിറ്റി എന്ന വിരകൾ. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസികാ വ്യവസ്ഥ, ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗമാണ് ശബ്ദ തരംഗം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗമാണ് ശബ്ദ തരംഗം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ശബ്ദ തരംഗം. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ ആണ്. സ്നോ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ മാൽവെയർ. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഏതാണ്? 16. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? കാന്തിക വിഭജനം. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്ന് വേർതിരിക്കാൻ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? കാന്തിക വിഭജനം. കേരളത്തിലെ തീരദേശത്ത് കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനേറ്റ്. കേരളത്തിലെ തീരദേശത്ത് കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനേറ്റ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? കാൽസ്യം കാർബൈഡ്, CaC2 ആണ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? കാൽസ്യം കാർബൈഡ്, CaC2. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നവദീപ് സിംഗ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നവദീപ് സിംഗ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുത്തെഴുതുക. തകഴി ശിവശങ്കരപ്പിള്ള 1984. തകഴി ശിവശങ്കരപ്പിള്ള 1984. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക. 2ഉം 4ഉം തെറ്റാണ്. ശരിയായത് വൈകുണ്ഠസ്വാമികൾ 2 തെറ്റാണ്. 1 കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ് കുമാരഗുരുദേവൻ. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. കറക്റ്റായത് കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം. സമത്വ സമാജം വരുന്നത് വൈകുണ്ഠസ്വാമികൾ.
ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ഇല്ലിക്കുന്ന്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ഇല്ലിക്കുന്ന്. പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇ ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണമാണ് പ്രിന്റർ. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടറിന്റെ അനുബന്ധ ഉപകരണമാണ് പ്രിന്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലേനിന്റെ നിർവചനം? ലേൻ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലേൻ എന്നതിന്റെ നിർവചനം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്പ് ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ഭൗതിക ശാസ്ത്രത്തിന് 2024 നൊബേൽ കിട്ടിയവരാണ് ജോൺ ജെ ഹോപ്പ് ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വില്ലോ ആണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പാണ് വില്ലോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനമാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനമാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 22. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 22. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏതു രാജ്യമാണ്? സ്വീഡനാണ്. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏതു രാജ്യമാണ്? സ്വീഡൻ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെ കുറിച്ച് ഏതു അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള വൃദ്ധസദനങ്ങളെ കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 കബഡി ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.